ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻവിസ് മീഡിയ. ഏറ്റവും അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ്. വളരെ തട്ടിക്കൂട്ടി പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. തട്ടിക്കൂട്ടി വീഡിയോ അല്ല, ഞങ്ങൾ ഇവിടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ മാനെ ഇവിടെ ഈ കുന്നിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മരത്തിൽ നിറയെ ഒരു മരം എന്നാണ് പറഞ്ഞത്, മരോ ചെടിയെന്ന് അറിയത്തില്ല, നിറയെ അതിനകത്ത് നിറയെ മഞ്ചാടി അല്ലല്ലോ ഉണ്ണി, കുന്നിക്കുരു. അപ്പോൾ കുന്നിക്കുരു കഴിഞ്ഞ ഒരു വീഡിയോസ് നമ്മൾ കണ്ടാണല്ലേ. കുന്നിക്കുരു കാണാൻ തന്നെ ഭയങ്കര ഭംഗി. അത് നിറയെ കുന്നിക്കുരു കാണുന്നെങ്കിൽ ഒന്ന് കാണണമല്ലോ. എനിക്ക് കാണാൻ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിലെ കയറി പോകണം. ഒന്ന് നടന്നൊരു കാടെത്തി കേട്ടോ. പക്ഷേ കുന്നിക്കുരു ആണെങ്കിൽ അത് ഭയങ്കര ഭംഗിയാണുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, കുന്നിക്കുരു ഇഷ്ടമല്ലാത്തതായിട്ട് ആരുമില്ലല്ലേ. അത് റിസ്ക് ആണ്, കിട്ടുമെന്നൊരു പറഞ്ഞ ശരിക്കും എന്തായാലും കാണാം. അപ്പോൾ എന്തായാലും ഏകദേശം സ്ഥലം എത്തി കേട്ടോ. കട്ട് ചെയ്തു മച്ചന്മാരെ. ഈ സ്ഥലത്ത് എവിടെയോ ആണ് നമ്മുടെ പറഞ്ഞത്. ഇവിടേക്ക് കണ്ട കിളച്ചിട്ടേക്കാണ്. വായ് കണ്ടോ. അപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട് ഉണ്ണി. പൊളിച്ചടാ. കണ്ടോ ഉമ്പമ്പോ, കണ്ടോ 1 2 ഇവിടെ കൊണ്ട് ഉണ്ണി. അപ്പോൾ ഇവിടെ മരത്തിൽ കാണും. കണ്ടോ, അയ്യോ ഉണ്ണി ഓടിയാ. എന്നെ പിടി. അവിടെ മച്ചന്മാരെ പൊളിച്ച് പണ്ടാര സാധനം. എന്താ ഇവിടെ ഒരു പാലമരം നിറയെ കിടക്കുകയാണ്. നിങ്ങൾ ഇത്രയും കുന്നിക്കുരു ഒന്നിച്ച് ഒരിക്കലും കണ്ട് കാണത്തില്ല. ഉണ്ണി കാണിച്ചോട്. അയ്യോ പൊളിച്ചു മക്കളെ. ഇതാ ഒരു പാലയിൽ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ടോ. അയ്യോ ക്യാമറ ചതിച്ചില്ല ആശാനെ, അതുകൊണ്ടാ. അയ്യോ ഇത് കണ്ടോ, ഇവിടെ ഈ പാലമരത്തിൽ നിറയെ ഇത് കിടപ്പുണ്ട്. ഒരു കാട്ടുപാലയുണ്ടാണ് കേട്ടോ. കണ്ടോ. ഓ ഉണ്ണി ക്യാമറ എന്ത്. ഓ പൊളിച്ചേ. അയ്യോ മച്ചന്മാരെ കണ്ണ് നിറച്ച് കണ്ടോളൂ. ഇങ്ങനെയാണ് കുന്നിക്കുരു പിടിക്കുന്നത് കേട്ടോ. കുന്നിക്കുരു ഇങ്ങനെയാണ് കായ്ക്കുന്നത്. ഞാനിങ്ങനെ ആദ്യമായിട്ട് അനുഭവമാണ് കേട്ടോ. ഫസ്റ്റ് എൻ്റെ നിങ്ങളെ നിങ്ങളാണ് സത്യം. അങ്ങനെ സത്യം കൊടുക്കുന്നില്ല. ഇങ്ങനൊരു വിഷ്വല് ആദ്യമായിട്ടാണ്. കണ്ടത് ഇത് നോക്കിയേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊളിച്ചെലിയോടെ. അയ്യോ പൊമ്പോ, ബ്യൂട്ടിഫുൾ. അയ്യോ എന്തായാലും പൊമ്പോ പൊളിച്ചു. അയ്യോ ഇത് നിറയെ മഞ്ചാടിയാണ് കേട്ടോ. മഞ്ചാടിന്ന് വരും. കുന്നിക്കുരുവാണ്. ഉണ്ണി ക്യാമറ പിടി. ഇതോ അവിടെ നിന്ന് തറയിൽ നുള്ളി പറക്കിക്കൊണ്ട് വരുന്നുണ്ടോ നാണക്കാരൻ. പിടിച്ചു കിട്ടി. എവിടെ കൈ കാണിച്ചാണ് കണ്ടോ. ഉണ്ണി ഇത്രയും കൊലച്ച് വാരി ഒരു പാലമരത്തിൽ ഇത് പാലമരത്തിലല്ല വേണ്ടാ. ഇതാണ് ഇതിൻ്റെ മൂട് കേട്ടോ. അയ്യോ ഇതാണ് ഇതിൻ്റെ മൂട്. കണ്ടോ നല്ല വലിയ മൂട് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ വീണ് കിടക്കുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്. അയ്യോ അപ്പോൾ ഇതാണ്. അപ്പോൾ മഞ്ചാടി ചെടി. മഞ്ചാടിയല്ല, ഇനി ഞാൻ മഞ്ചാടി എന്ന് പറയത്തില്ല, കുന്നിക്കുരു ചെടി കാണാത്തവർ കണ്ടോളണം. കണ്ടോ ഒരു വള്ളിച്ചെടിയാണോന്ന് വെച്ചാൽ വള്ളിച്ചെടിയാണ്. കണ്ടോ ഏറ്റവും നല്ല മൂടത്ത് കാണത്തത്. അതിൽ നിന്നാണ് മക്കളെ ഇതാണ്ടതാ ഈ സാധനം കാണുന്നുണ്ടോ. അങ്ങനെ മച്ചന്മാരെ ഇതാണ് നമ്മുടെ കുന്നിക്കുരു കേട്ടോ. എന്ത് ഭംഗിയാണല്ലോ. ഇങ്ങനെ കുന്നിക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ണി നേരെ കാണുന്നുണ്ടോ? ഉണ്ണി ഇല്ല നേരെ കാണത്തില്ല. അപ്പോഴെന്തായാലും നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഇതാണ് മക്കളെ, ഇതാണ് മച്ചന്മാരെ, ഇതാണ് ഗൈസ്, ഇതാണ് നമ്മുടെ കുന്നിക്കുരുയുടെ ഒറിജിനൽ രൂപം. അപ്പോൾ ഈ പാലമരം ഞങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാൻ മുഴുവൻ കുന്നിക്കുരുവും കളക്ട് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ കാണാം. അപ്പോൾ ഉണ്ണി മൊത്തത്തിൽ പൊഴിഞ്ഞു പോകല്ലേ ഉണ്ണി. പൊഴിഞ്ഞു പോകരുത്. ഉണ്ണി ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട പറിച്ച് വെച്ചേക്കുന്നുണ്ടോ? കണ്ടോ. ഇവിടെ കൊണ്ടുപോയി ഉണ്ണി. അയ്യോ ചെണ്ടമ്മേ ചുണ്ടത്ത് മല്ലിക്കോള്. അയ്യോ പൊളിച്ചു. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമോ. ഞങ്ങളിത് മുഴുവനെന്ന് പറയട്ടെ ഗൈസ്. അപ്പോൾ നമ്മളത് മുഴുവൻ
പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേ മൂട്ടിൽ പൊഴിഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്നും വിടുന്നില്ല. ഉണ്ണി കണ്ട എല്ലാം കളക്ട് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? കുന്നിക്കുരുവിൻ്റെ ഒരു മാല, മല. ഓ പൊളിച്ച് കണ്ടോ? ഇത്രയും കുന്നിക്കുരു നിങ്ങൾ ഒന്നിച്ചിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇതിൻ്റെ ഭംഗി കണ്ടോ? ഇതിൻ്റെ ഭംഗി കണ്ടോ? ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് ഭംഗി. അയ്വാ പൊളിച്ചു മക്കളെ. അപ്പോൾ ഇതൊക്കെ ഒരു നാടിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. ഈ സിറ്റി ലൈഫിന് കിടക്കുന്നവർക്ക് ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേറെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കുന്നിക്കുരുവൊക്കെ കാണാനും ഈ കുന്നിക്കുരുവൊക്കെ ഇതോടെ പോയി പറിച്ചെടുക്കാനും ഇതൊക്കെ ഒരു ഭാഗ്യം വേണമെന്നേ, ഭാഗ്യം. അപ്പോൾ എന്തായാലും പൊളിച്ച്. അപ്പോൾ ഒന്നുകൂടെ കണ്ടോളൂ. ഇതെല്ലാം ഞാനൊന്ന് കയ്യിൽ വാരി വെക്കട്ടെ, കാണിച്ചു തരാം. ഉണ്ണി ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. മച്ചന്മാരെ ഒരു കൈ നിറയെ കുന്നിക്കുരു. ഇനി അതുകൊണ്ട് അവിടെ പാറയിൽ കണ്ടോ നിറയെ കുന്നിക്കുരു. ഇങ്ങോട്ട് കാണിക്കേ. അപ്പോഴേ കണ്ടോ ഭയങ്കര സന്തോഷം കേട്ടോ. ഇത്രയും കുന്നിക്കുരുവൊക്കെ ഒന്നിച്ച് കിട്ടുമ്പോഴത്തേക്ക്, അതും ഈ ചെടിയിൽ നിന്ന് ഇതേ പരുവത്തിൽ പറിച്ചെടുക്കുമ്പോഴത്തേക്ക്, ഇതിൻ്റെ തോടോടെ പറിച്ചെടുത്തപ്പോൾ ഭയങ്കര സന്തോഷം മച്ചന്മാരെ. ഇത് ആവശ്യമുള്ളവർ പറഞ്ഞാൽ തരാം, ഫ്രീ ആയിട്ട് അങ്ങ് എത്തിച്ചേരാം. പിന്നെ ഇത്തരത്തിൽ ഞാൻ കുറേ ചൊഴിഞ്ഞു പോയി. ഇത് പെട്ടെന്നങ്ങ് പൊഴിയത്തില്ല കേട്ടോ, തറ വീണാലും പൊഴിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സും ഇതുപോലുള്ള കുന്നിക്കുരും എല്ലാം നിങ്ങൾക്ക് അങ്ങ് ഫ്രീ ആയിട്ട് വന്നേക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ സാൻബീസ് പ്ലാന്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഇട്ടേക്കാം. ലിങ്ക് വഴി നിങ്ങൾ വന്ന് വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഇത്തരത്തിൽ പ്ലാന്റ്സ് നിങ്ങളിലോട്ട് എത്തുകയും ചെയ്യും. പ്ലാന്റിനെ കുറിച്ചുള്ള അറിവുകൾ അവിടെ പരസ്പരം പങ്കുവെച്ചങ്ങ് ഇരിക്കാമെന്നേ. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ കുന്നിക്കുരു ഹണ്ടിങ് വീഡിയോ വീണ്ടും പോയി പെട്ടെന്ന്, പക്ഷേ പൊഴിയത്തില്ല. ഇന്നത്തെ ഈ കുന്നിക്കുരു ഹണ്ടിങ്ങും അല്ല, ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരാൾ കാണിച്ചതിന് ഭയങ്കര സർപ്രൈസ്. താങ്ക്സ് ടു ദാറ്റ് ആളെ പേര് ഞാൻ പറയുന്നില്ല. ആളാണ് പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൊച്ചു പാലമരത്തിൽ ഇങ്ങനെ കുന്നിക്കുരു കടൽ പോലെ കിടക്കുന്നത്, കടലല്ല ഒരു മഹാസമുദ്രം പോലെ ഇവിടെ കിട്ടി. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ കുന്നിക്കുരു ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഈ കുന്നിക്കുരു അല്ല ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എന്നാണ്. ദിസ് ടൈം ദിസ് ഈസ് സാൻബി വിത്ത് കുന്നിക്കുരു സൈനിങ് ഓഫ്.